ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കേരളത്തെ രക്ഷിക്കാൻ BJP സർക്കാർ വരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. UDF-ഉം LDF-ഉം അഡ്ജസ്റ്റ്മെന്റുകളുടെ വക്താക്കളാണെന്നും നരേന്ദ്രമോദി. തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ തീവണ്ടി സർവീസ് പുനരാരംഭിച്ചു. പാസഞ്ചറിന് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഊഷ്മള സ്വീകരണം. വാണിയമ്പാറ കൊമ്പടയ്ക്ക് സമീപം ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടാന ഇറങ്ങിയത് ദേശീയപാതയോട് ചേർന്ന പ്രദേശത്ത്. 16ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് ഞായറാഴ്ച തിരിതെളിയും. 8 ദിവസം നീണ്ടു നിൽക്കുന്ന നാടകോത്സവത്തിൽ വിദേശ നാടകങ്ങളടക്കം 23 നാടകങ്ങൾ അരങ്ങേറും. പൂരനഗരിയിൽ അരങ്ങ് തകർത്ത് സംസ്ഥാന ടെക്നിക്കൽ കലോത്സവം. 99 പോയിന്റുമായി കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ സ്കൂൾ മുന്നേറ്റം തുടരുന്നു. ഉമ്മൻചാണ്ടിക്കെതിരായ മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്ക് നാക്കുപിഴയായിരിക്കാമെന്ന് ചാണ്ടിയുമ്മൻ MLA. ഉമ്മൻചാണ്ടിയെ അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ചാണ്ടിയുമ്മൻ. വാർത്തകൾ വിശദമായി. കേരളത്തെ രക്ഷിക്കാൻ BJP വരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച BJP മഹാറാലി അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കേരളത്തിലും ഡബിൾ എഞ്ചിൻ സർക്കാർ വരണം. കേരളത്തിൽ നിന്ന് UDF-നെയും LDF-നെയും തൂത്തെറിയണമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. LDF-ഉം UDF-ഉം കേരളത്തെ നശിപ്പിച്ചു. അഴിമതിയുടെയും അഡ്ജസ്റ്റ്മെന്റുകളുടെയും വക്താക്കളാണ് ഇരു പാർട്ടികൾ. ഇനി മുതൽ മൂന്നാമതൊരു പക്ഷം കൂടി വരും. BJP-യുടെ നേതൃത്വത്തിലുള്ള വികസന പക്ഷമായിരിക്കും വരിക. കേരളത്തെ മാറ്റാനുള്ള സമയമാണ് അടുത്ത തെരഞ്ഞെടുപ്പെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. അയ്യപ്പന്റെ സ്വർണം കട്ടവരെ ജയിലിലാക്കുമെന്നും നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു. തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ തീവണ്ടി സർവീസ് പുനരാരംഭിച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിന് സ്വീകരണം നൽകി. കോവിഡ് കാലത്ത് ഓട്ടം നിർത്തിവച്ചിരുന്ന ഈ ട്രെയിനിന്റെ സർവീസ് പുനരാരംഭിക്കണമെന്ന് വ്യാപകമായ ആവശ്യമുയർന്നിരുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിലാണ് സർവീസ് പുനരാരംഭിക്കാൻ തീരുമാനമായത്. വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ഉൾപ്പെടെ 4 തീവണ്ടികളുടെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. തുടർന്ന് 11:19 പാസഞ്ചർ ട്രെയിൻ തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് ഉദ്ഘാടന സർവീസ് നടത്തി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ തൃശൂർ ഗുരുവായൂർ പാസഞ്ചറിന് റെയിൽവേ അധികൃതരും BJP പ്രവർത്തകരും യാത്രക്കാരും ചേർന്ന് വൻ സ്വീകരണമാണ് ഒരുക്കിയത്. സ്വീകരണ ചടങ്ങ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൗൺസിലർ വിൻഷി അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാർ, BJP നേതാക്കൾ, റെയിൽവേ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ ലോക്കോ പൈലറ്റുമാരെ ആദരിക്കൽ, വിദ്യാർത്ഥികൾക്ക് സമ്മാന വിതരണം, കലാപരിപാടികൾ, മധുര വിതരണം എന്നിവ നടന്നു. റിപ്പബ്ലിക് ദിനത്തിൽ പ്രതിദിന സർവീസ് ആരംഭിക്കുന്ന ഈ ട്രെയിൻ ദിവസം 2 സർവീസാണ് നടത്തുക. വൈകിട്ട് 6:10 ഗുരുവായൂരിൽ നിന്ന് തൃശൂരിലേക്കും രാത്രി 8:10 തൃശൂരിൽ നിന്ന് ഗുരുവായൂർക്കുമാണ് സർവീസ്. 10 രൂപയാണ് യാത്രാ നിരക്ക്. TCV തൃശൂർ. കോവിഡിനെ തുടർന്ന് നിർത്തിവെച്ച 5 വർഷത്തിനു ശേഷം പുനരാരംഭിച്ച തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിനിന് ഗുരുവായൂരിൽ ആവേശോജ്വലമായ സ്വീകരണം. BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മേളത്തിന്റെ അകമ്പടിയോടെ പുഷ്പാർച്ചന നടത്തിയാണ് ട്രെയിനിനെ സ്വീകരിച്ചത്. 5:10 ഗുരുവായൂരിൽ നിന്ന് പുറപ്പെട്ടിരുന്ന ട്രെയിൻ 6:10 പുറപ്പെടുക. 6:50 തൃശൂരിലെത്തുന്ന പാസഞ്ചർ 8:10 മടങ്ങി 8:45 ഗുരുവായൂരിൽ എത്തിച്ചേരുന്ന രീതിയിലാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. അതേസമയം പാസഞ്ചറിന്റെ സമയം 1 മണിക്കൂർ വൈകി പുനഃക്രമീകരിച്ചിരിക്കുന്നത് പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. പാസഞ്ചറിന്റെ ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും റിപ്പബ്ലിക് ദിനം മുതലാണ് സർവീസ് ആരംഭിക്കുക. പുലർച്ചെ ഗുരുവായൂരിലെത്തി രാത്രി 11:15 പോകുന്ന തിരുവനന്തപുരം എഗ്മോർ എക്സ്പ്രസ് ആണ് പാസഞ്ചറായി ഓടുന്നത്. പകൽ വെറുതെ കിടക്കുന്ന തീവണ്ടിയുടെ AC കോച്ചുകൾ അടച്ചിട്ടാണ് പാസഞ്ചറായി സർവീസ് നടത്തുന്നത്.
വാണിയമ്പാറ കൊമ്പഴയ്ക്ക് സമീപം ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കുളങ്ങര വീട്ടിൽ ബാബു, കുട്ടപ്പായി, പുതുപ്പള്ളി ജോർജ്, ചെമ്പകശ്ശേരി മറിയം എന്നിവരുടെ പറമ്പിലെത്തിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചാണ് മടങ്ങിയത്. ദേശീയപാതയോട് ചേർന്ന പ്രദേശത്താണ് ആന ഇറങ്ങിയത്. കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് കടക്കുന്നത് തടയാൻ ഫെൻസിംഗ് സംവിധാനം കാര്യക്ഷമമാക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. കൃഷി നശിച്ചവർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും കർഷകർ പറഞ്ഞു. ഈ പ്രദേശത്തുള്ള മൊത്തം ഞങ്ങളുടെ വാഴകളും കവുങ്ങ്, തെങ്ങ് എല്ലാ സാധനങ്ങളും നശിപ്പിച്ചിരിക്കുന്നു. ഭീതിയോടെ ഞങ്ങളിവിടെ വസിക്കുന്നത്. ഞങ്ങളൊക്കെ പ്രായം ചെന്ന ആൾക്കാരാണ്. 70-70 വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നവർ. ഞങ്ങൾക്ക് ഓടാനോ ചാടാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളുടെ അതിർത്തി കൂടെ ഉള്ള ഫോറസ്റ്റിൻ്റെ ഫെൻസിങ് എത്രയും പേർ കേരള സംഗീത നാടക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 16ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് ഞായറാഴ്ച തിരിതെളിയും. മന്ത്രി കെ രാജൻ നാടകോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഈ നിശബ്ദതയിലെ ശബ്ദങ്ങൾ എന്നതാണ് ഇത്തവണത്തെ ഇറ്റ്ഫോക്കിന്റെ പ്രമേയം. ഈ വർഷം 23 നാടകങ്ങളാണ് അരങ്ങേറുന്നത്. അർജന്റീന, അർമേനിയ, സ്ലോവാക്യ, ബ്രസീൽ, പലസ്തീൻ, ഡെൻമാർക്ക്, സ്പെയിൻ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 9 അന്താരാഷ്ട്ര നാടകങ്ങൾ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 9 ദേശീയ സംഘങ്ങൾ, കേരളത്തിൽ നിന്നുള്ള 5 പ്രാദേശിക സംഘങ്ങൾ എന്നിവയാണ് വേദിയിലെത്തുന്നത്. ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് ഫെസ്റ്റിവൽ ബുക്ക്, ഡെയിലി ബുള്ളറ്റിൻ, ഫെസ്റ്റിവൽ ടീഷർട്ട്, ഫെസ്റ്റിവൽ ബാഗ് എന്നിവയുടെ പ്രകാശനവും നടക്കും. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, സെക്രട്ടറി കരിവെള്ളൂർ മുരളി, ഇറ്റ്ഫോക്ക് ആർട്ടിസ്റ്റിക് ഡയറക്ടർ ഡോക്ടർ അഭിലാഷ് പിള്ള, പ്രോഗ്രാം ഓഫീസർ VK അനിൽകുമാർ, കോർഡിനേറ്റർ ജലീൽ ടി കുന്നത്ത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇറ്റ്ഫോക്ക് സിഗ്നേച്ചർ ഫിലിം പ്രകാശനം ചെയ്തു. ഈ നിശബ്ദതയിലെ ശബ്ദങ്ങൾ എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് സിഗ്നേച്ചർ ഫിലിം തയ്യാറാക്കിയത്. തൃശൂർ ചേതന കോളേജ് ഓഫ് മീഡിയ ആൻഡ് പെർഫോമിംഗ് ആർട്സിലെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ 2ാം വർഷ വിദ്യാർത്ഥി അർജുൻ P. കൃഷ്ണയാണ് സിഗ്നേച്ചർ ഫിലിം തയ്യാറാക്കിയത്. രാമനിലയത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അക്കാദമി ചെയർപേഴ്സൺ മട്ടന്നൂർ ശങ്കരൻകുട്ടി സിഗ്നേച്ചർ ഫിലിം പ്രകാശനം ചെയ്തു. സെക്രട്ടറി കരിവെള്ളൂർ മുരളി, ഇറ്റ്ഫോക്ക് ആർട്ടിസ്റ്റിക് ഡയറക്ടർ ഡോക്ടർ അഭിലാഷ് പിള്ള, അക്കാദമി പ്രോഗ്രാം ഓഫീസർ VK അനിൽകുമാർ, ഫെസ്റ്റിവൽ കോർഡിനേറ്റർ ജലീൽ ടി കുന്നത്ത് എന്നിവർ പങ്കെടുത്തു. ഉമ്മൻചാണ്ടിക്കെതിരായ മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രസ്താവന നാക്കുപിഴയായിരിക്കാമെന്ന് ചാണ്ടി ഉമ്മൻ MLA. ആ ഒരു നിമിഷത്തിൽ പറഞ്ഞു പോയതായിരിക്കാം, അല്ലാതെ അങ്ങനെ ഒരു പ്രസ്താവന നടത്തേണ്ട കാര്യമില്ല. ഇരു കുടുംബങ്ങളും ഒരുപോലെ കഴിഞ്ഞിരുന്നതാണ്. ഗണേഷ് കുമാറിൽ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. അത് എന്നേ താൻ പറഞ്ഞുള്ളൂ എന്നും ഉമ്മൻചാണ്ടിയെ അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ചാണ്ടി ഉമ്മൻ തൃശൂരിൽ പറഞ്ഞു. അപ്പോൾ തന്നെ എൻ്റെ പിതാവ് അദ്ദേഹമില്ല. എന്നിൽ അദ്ദേഹം എൻ്റെ പിതാവിനെ കാണുന്നു എന്നറിയില്ല. അതുകൊണ്ട് എന്നിൽ നിന്ന് മറുപടി പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു, ഇനി കൂടുതലൊന്നും പറയാനില്ല. എല്ലാം കൃത്യമായി ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷിയോട് അദ്ദേഹം ചോദിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇത് കൂടുതലൊരു വിവാദത്തിലേക്ക് ഞാൻ തയ്യാറല്ല. മനസ്സിലായോ? കാരണം എൻ്റെ പിതാവിനെ ഇതിലേക്ക് ഞാൻ എന്താ പറയുക, കൂടുതൽ ഒരു വിവാദത്തിലേക്ക് ഞാൻ വലിച്ചഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കേരള സമൂഹത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. കുടുംബം തകർത്ത് മക്കളെയും തന്നെയും 2 വഴിക്കാക്കിയത് ഉമ്മൻചാണ്ടിയാണെന്ന് ഗണേഷ് കുമാർ ആരോപിച്ചിരുന്നു. ഇതിനെല്ലാം മറുപടി പറയേണ്ടി വരുമെന്നും
വായിൽ വേരിലിട്ടാൽ പഴയ കഥകൾ പറയുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് ഗണേഷ് കുമാറാണെന്ന് പത്തനാപുരത്ത് നടന്ന കോൺഗ്രസ് രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കവേ ചാണ്ടി ഉമ്മൻ പറഞ്ഞിരുന്നു. ഇതിന് മറുപടിയായിട്ടായിരുന്നു ഗണേഷ് കുമാറിന്റെ പ്രസ്താവന. ഇടവേള. Ceramic Center. Tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring. Variety range of kitchen sinks. All in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. സംസ്ഥാന ടെക്നിക്കൽ കലോത്സവം തൃശൂരിൽ തുടരുന്നു. കലോത്സവം 2 ദിവസം പിന്നിട്ടപ്പോൾ 99 പോയിന്റുമായി കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ സ്കൂൾ മുന്നേറ്റം തുടരുന്നു. കോക്കൂർ ടെക്നിക്കൽ HSഉം പാലക്കാട് ടെക്നിക്കൽ സ്കൂളും 88 പോയിന്റുമായി 2ാം സ്ഥാനത്തുണ്ട്. നഗരത്തിലെ 8 വേദികളിലായാണ് കലോത്സവം നടക്കുന്നത്. സംസ്ഥാനത്തെ 44 ടെക്നിക്കൽ സ്കൂളുകളിൽ നിന്നുള്ള 1500ഓളം കലാപ്രതിഭകളാണ് മാറ്റുരയ്ക്കുന്നത്. കലോത്സവം ഞായറാഴ്ച സമാപിക്കും. ശിവ ശിവ ശിവതന്റെ തിരുനാമോ. ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിൽ നാടൻ പാട്ടുപാടി അരങ്ങുണർത്തി എറണാകുളത്തു നിന്നും വന്ന വിദ്യാർത്ഥികൾ. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ശേഷം 46ാമത് ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിന് വേദിയാകുകയാണ് നമ്മുടെ തൃശ്ശൂര്. അപ്പോൾ വേദി ഒന്നില് കയ്യടികളും ആരവങ്ങളും നിറച്ച ഒരു ടീം, അതായത് നാടൻപാട്ട് ടീം ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. അപ്പൊ നമുക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. അവരിപ്പോ പെർഫോമൻസ് കഴിഞ്ഞ് ജസ്റ്റ് നമ്മൾ അപ്പം തന്നെ പിടികൂടിയിരിക്കുകയാണ്. കാരണം അവർക്ക് നല്ല കയ്യടികളൊക്കെ ആയിരുന്നു. അപ്പൊ പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷ വെക്കാതിരിക്കുന്നില്ല. പിന്നെ പല അങ്ങനെയല്ല, കോൺഫിഡൻസോടെ പറയണ്ടേ ഞങ്ങൾക്ക് കിട്ടുന്നു പ്രതീക്ഷിക്കുന്നു. പല ടീമുകളും ഉണ്ട്. മത്സരം 3 ടീമൊക്കെ ഇല്ല. കിട്ടുമോ ഉറപ്പ്? എത്ര നാളത്തെ പ്രാക്ടീസ് ആണ്? ഒരു 3.5 മാസം. എല്ലാരും എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ? ഞാൻ 9. എല്ലാവരും 9ാം ക്ലാസ്സിലാ? 9, 10 ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിനു മുമ്പ് നാടൻപാട്ട് മത്സരിക്കാൻ വന്നിട്ടുണ്ടോ? ഇല്ല. ഇല്ല, ആദ്യമായിട്ടാണ്. അപ്പൊ ആദ്യമായിട്ടായതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ? നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ക്യാമറയുടെ മുമ്പിൽ ടെൻഷനൊന്നും വേണ്ട കേട്ടോ. അപ്പൊ നമ്മള് മത്സരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ചില്ലായിട്ട് നിൽക്കുക. അപ്പൊ ഇനി ടെൻഷനൊന്നും വേണ്ട. അപ്പൊ ടെൻഷനൊന്നും ഇല്ലാതെ അവർ നമുക്ക് വേണ്ടി പെർഫോം ചെയ്ത് തരും ഇല്ലേ? ആനന്ദോ ആനന്ദോ TCVക്ക് വേണ്ടി ക്യാമറമാൻ പ്രവീൺ പ്രകാശിനോടൊപ്പം സൂര്യ ശങ്കരനാരായണൻ. ചെങ്ങാലൂർ കർമ്മലമാതാ പള്ളി തിരുനാൾ പ്രദക്ഷിണത്തിനിടയിൽ പടക്കം പൊട്ടി 8 പേർക്ക് പരിക്കേറ്റ സംഭവത്തിൽ പുതുക്കാട് പോലീസ് കേസെടുത്തു. സ്ഫോടക വസ്തുക്കൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്തതിനും അനുമതിയില്ലാതെ സ്ഫോടക വസ്തുവായ പടക്കം പൊട്ടിച്ചതിനുമാണ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഗുണ്ട് പൊട്ടിത്തെറിച്ച് ആളുകളുടെ ഇടയിലേക്ക് വീണത്. COA എടപ്പാൾ മേഖലാ കമ്മിറ്റിയുടെ എടപ്പാൾ ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് എംപവർ കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും.
കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എടപ്പാൾ മേഖലാ കമ്മിറ്റിയുടെ കീഴിൽ വട്ടംകുളം, എടപ്പാൾ, കാലടി, തവനൂർ പഞ്ചായത്തുകളിലായി 30 വർഷത്തോളമായി സേവനം നൽകുന്ന 15 കേബിൾ TV ഓപ്പറേറ്റർമാർ ചേർന്ന് രൂപം നൽകിയ ക്ലസ്റ്റർ E1 ഓഫീസിന്റെ ഉദ്ഘാടനമാണ് ശനിയാഴ്ച നടക്കുന്നത്. വൈകിട്ട് 4-ന് വട്ടംകുളത്ത് നടക്കുന്ന ചടങ്ങിൽ COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാമ്പ്ര കോൺഫറൻസ് ഹാളിന്റെയും KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ അബൂബക്കർ സിദ്ദിഖ് കൺട്രോൾ റൂമിന്റെയും ഉദ്ഘാടനം നിർവഹിക്കും. എടപ്പാൾ, വട്ടംകുളം, കപ്പൂർ, ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ചടങ്ങിൽ പങ്കെടുക്കും. പരിപാടിയുടെ ഭാഗമായി പ്രിയദർശൻ നിലവിന്റെ ഗസൽ സന്ധ്യയും നടക്കും. ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഗുണമേന്മയുള്ള സേവനം നൽകുകയെന്നതാണ് E1 ക്ലസ്റ്ററിന്റെ ലക്ഷ്യമെന്ന് സംഘാടകർ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. KV ബിനീഷ്, KS വിനോദ്, U മാധവൻകുട്ടി, PV സുനിൽകുമാർ, KP പ്രമോദ്, പ്രശാന്ത് കുമാർ എന്നിവർ പങ്കെടുത്തു. TCV ന്യൂസ്, കുന്നംകുളം. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ കത്തിനശിച്ച ഇരുചക്രവാഹനങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് അടിയന്തര ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് 2 വീലർ യൂസേഴ്സ് അസോസിയേഷൻ നിവേദനം നൽകി. 2 വീലർ യൂസേഴ്സ് അസോസിയേഷൻ ചെയർമാൻ ജെയിംസ് മുട്ടിക്കലിന്റെ നേതൃത്വത്തിലാണ് അസോസിയേഷൻ ഭാരവാഹികൾ നിവേദനം നൽകിയത്. ഈ മാസം 4-നാണ് റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയയിലുണ്ടായ അഗ്നിബാധയിൽ 314 ഇരുചക്രവാഹനങ്ങൾ കത്തിനശിച്ചത്. സംഭവത്തിൽ പോലീസും റെയിൽവേ പോലീസും പ്രത്യേകം കേസെടുത്ത് അന്വേഷണം നടത്തിവരികയാണ്. അയനം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ സുകുമാർ അഴീക്കോട് അനുസ്മരണം സംഘടിപ്പിച്ചു. തൃശൂർ സെന്റ് മേരീസ് കോളേജിൽ നടന്ന അനുസ്മരണ സമ്മേളനം PN ഗോപികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മാധ്യമപ്രവർത്തകൻ MK കൃഷ്ണൻ, PA സുരേഷ് ബാബു, വിജേഷ് എടക്കുന്നി, ഡോക്ടർ ജിഷ പയസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രോഗ്രാമിൽ പോവാണ്. ചങ്ങനാശ്ശേരി റോഡ് വളരെ നീളത്തിൽ 20 പോകുന്നുള്ളൂ. അവിടെ ഒരു ഹോട്ടലിൽ കയറി കാപ്പി കുടിക്കുന്നത് മാഷ അടുത്ത് വന്നിട്ട് ജോലി ഒന്നും മിണ്ടില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഞായറാഴ്ച വിവാഹ തിരക്കേറും. വ്യാഴാഴ്ച രാത്രി 245 വിവാഹങ്ങൾ ഷീട്ടാക്കിയിട്ടുണ്ട്. താലികെട്ടിന് മുൻപ് വരെ ഷീട്ടാക്കാൻ സൗകര്യമുള്ളതിനാൽ വിവാഹങ്ങളുടെ എണ്ണം ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. തിരക്ക് കണക്കിലെടുത്ത് ദർശനത്തിനും താലികെട്ടിനുമായി ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കും. പുലർച്ചെ 4 മുതൽ താലികെട്ട് ആരംഭിക്കും. 5 മണ്ഡപങ്ങൾ സജ്ജമാക്കും. വിവാഹ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കാൻ അധികം കോയ്മമാരെയും മംഗളവാദ്യ സംഘത്തെയും നിയോഗിക്കും. ക്ഷേത്രത്തിനകത്തും പുറത്തും പൂർണ്ണമായും വൺ വേ ആക്കും. ഒരു ദിശയിലേക്ക് മാത്രം ഭക്തരെ കടത്തിവിട്ട് തിരക്ക് നിയന്ത്രിക്കും. വിവാഹ സംഘം തെക്കേനടയിലെ പുതിയ നടപ്പന്തലിലെ കൗണ്ടറിലെത്തി ടോക്കൺ വാങ്ങി വിശ്രമിക്കണം. ഊഴമെത്തുമ്പോൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലൂടെ വിവാഹ മണ്ഡപത്തിലെത്തി ചടങ്ങ് നടത്താം. താലികെട്ട് കഴിഞ്ഞാൽ തെക്കേനട വഴി മടങ്ങിപ്പോകണം. വധൂവരന്മാർക്കൊപ്പം ഫോട്ടോഗ്രാഫർമാർ ഉൾപ്പെടെ 24 പേരെ മാത്രമാണ് മണ്ഡപത്തിന് സമീപത്തേക്ക് കടത്തിവിടുക. ക്ഷേത്രത്തിൽ പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, ശയനപ്രദക്ഷിണം എന്നിവ അനുവദിക്കില്ല. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. തൃശൂർ കോർപ്പറേഷൻ മുൻ ഡെപ്യൂട്ടി മേയർ PS ജോണി അനുസ്മരണവും അവാർഡ് ദാനവും നടന്നു. സാഹിത്യ അക്കാദമി വൈലോപ്പള്ളി ഹാളിൽ നടന്ന ചടങ്ങിൽ മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
മേയർ ഡോക്ടർ രജി ജസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. ചാണ്ടി ഉമ്മൻ MLA, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, മുൻ DCC പ്രസിഡന്റുമാരായ ഒ. അബ്ദുറഹിമാൻ കുട്ടി, ജോസ് വള്ളൂർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ N. ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കോർപ്പറേഷനിലെ മുതിർന്ന കൗൺസിലറും മുൻ ഡെപ്യൂട്ടി മേയറുമായ ML റോസി അവാർഡ് ഏറ്റുവാങ്ങി. ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ പോക്സോ കേസ് പ്രതിയെ എരുമപ്പെട്ടി പോലീസ് പിടികൂടി. കടങ്ങോട് തെക്കുമുറി സ്വദേശി മാനമ്പുള്ളി വീട്ടിൽ ശ്രീജിത്താണ് പിടിയിലായത്. 2023 കേസിൽ റിമാൻഡിലായ പ്രതി ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോവുകയായിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിലടക്കം ഒളിവിൽ താമസിച്ചിരുന്ന ശ്രീജിത്തിനെ വയനാട്ടിലെ ഒളിത്താവളത്തിൽ നിന്നാണ് എരുമപ്പെട്ടി പോലീസ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ACP സന്തോഷിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ S. അനീഷ് കുമാർ, CPOമാരായ നൌഷാദ്, CP സജീഷ്, എൽദോ, ശ്രീജിത്ത് എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കോട്ടപ്പടിയിലും തൊഴിയൂരിലും വീടുകളും കടകളും കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിൽ 3 പേരെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊട്ടാരക്കര സ്വദേശി ഷെഫീഖ്, മനസ്സിലിൽ സതീഷ് എന്ന റഫീഖ്, ചാവക്കാട് തിരുവത്ര കണ്ണാച്ചി അനിൽ, കോട്ടപ്പടി പുന്നത്തൂർ റോഡ് പുത്തിയിൽ ശ്രീകുട്ടൻ എന്നിവരെയാണ് SHO K. സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. രാത്രി കോട്ടപ്പടി വലിയപുരയ്ക്കൽ വിപിനന്റെ പൂട്ടിക്കിടന്ന വീട്ടിലെ മോഷണ ശ്രമവും തൊഴിയൂരിൽ പൂട്ടിക്കിടന്ന കടകളിലും സ്കൂളുകളിലും മോഷണം നടത്തിയത് റഫീഖാണെന്ന് പോലീസ് പറഞ്ഞു. വിവിധ ജില്ലകളിലായി 100ഓളം മോഷണ കേസുകളിലെ പ്രതിയാണ് ഇയാൾ. ആളില്ലാത്ത വീടുകൾ കണ്ടെത്തി റഫീഖിനെ അറിയിച്ചിരുന്നതിനാണ് മറ്റ് 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. തലൂരിൽ ലോറിയുടെ പുറകിൽ കോളേജ് ബസ്സിടിച്ച് അപകടം. വള്ളിവട്ടം യൂണിവേഴ്സൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വിദ്യാർത്ഥികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തിൽ ബസിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു. തൈക്കാട്ടുശ്ശേരി റോഡിൽ നിന്ന് അശ്രദ്ധമായി സംസ്ഥാന പാതയിലേക്ക് കടന്ന കാറിൽ ഇടിക്കാതിരിക്കാൻ പെട്ടെന്ന് ബ്രേക്കിട്ട ലോറിയുടെ പുറകിൽ ബസ് വന്നിടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ അല്പനേരം ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടി സമയത്ത് ആശുപത്രിയിൽ ഹാജരാകാതെയും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തുവെച്ചും പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകിപ്പിച്ച ഡോക്ടർ പ്രിയക്കെതിരെ BJP കൗൺസിലർമാരുടെ പ്രതിഷേധം. BJP പാർലമെന്ററി പാർട്ടി ലീഡർ AS ശ്രീജിത്ത്, കൗൺസിലർമാരായ ഗീത ശശി, രേഷ്മ സുനിൽ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഡോക്ടർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കൗൺസിലർമാർ ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകി. പുറ്റേക്കര സ്വദേശി വടേരിയാട്ടിൽ ഭാരതിയുടെ മൃതദേഹമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെ ആശുപത്രിയിൽ എത്തിച്ചത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ പ്രിയ ആശുപത്രിയിൽ നിന്നും ഈ സമയം പോയിരുന്നു. ഡോക്ടറെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. പ്രതിഷേധത്തെ തുടർന്നാണ് ഡോക്ടർ എത്തി വൈകിട്ട് പോസ്റ്റ്മോർട്ടം നടത്തിയത്. തൃശൂരിന്റെ കലാചരിത്രത്തിൽ മായാത്ത അടയാളങ്ങൾ പതിപ്പിച്ച VS ബാലകൃഷ്ണന് ആദരാഞ്ജലിയായി ചിത്രപ്രദർശനം സംഘടിപ്പിച്ചു. തൃശൂർ കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ സംഘടിപ്പിച്ച ചിത്രപ്രദർശനം ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് ഉദ്ഘാടനം ചെയ്തു. ബാലകൃഷ്ണൻ മാസ്റ്ററുടെ കവിതകൾ ഉൾപ്പെടുത്തിയ പുസ്തകത്തിന്റെ പ്രകാശനം അക്കാദമി സെക്രട്ടറി രാജി R. പിള്ള നിർവഹിച്ചു. പ്രശസ്ത ആർട്ടിസ്റ്റ് KN ദാമോദരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചടങ്ങിന്റെ ഭാഗമായി സിനിമാ കലാ സംവിധാന രംഗത്ത് സംസ്ഥാന അവാർഡ് നേടിയ അജയൻ ചാലിശ്ശേരിയെ ചടങ്ങിൽ ആദരിച്ചു. വേദനകൾ മറികടന്ന് അരങ്ങിലെത്തി കണ്ണൂരിൽ നിന്നും ശ്രീലക്ഷ്മി. സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിൽ 2ാം തവണയാണ് ശ്രീലക്ഷ്മി എത്തുന്നത്. 46ാമത് ടെക്നിക്കൽ സ്കൂൾ കലോത്സവം തൃശ്ശൂരിൽ പുരോഗമിക്കുകയാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥി മത്സരം കഴിഞ്ഞ് ഇതുവഴി പോകുമ്പോൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആളുടെ പേര് ശ്രീലക്ഷ്മി എന്നാണ്. അപ്പോൾ നമുക്ക് കാലിന് വയ്യാഞ്ഞിട്ടും ആള് കലോത്സവ വേദിയിൽ തളരാതെ
പെർഫോമൻസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കൂടെ ഇപ്പൊ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ ആളോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം. ഇത് എന്താണ് കാലിന് പറ്റിയത്? ലിഗ്മെന്റ് പൊട്ടിയതാ. ലിഗ്മെന്റ് എപ്പോഴായിരുന്നു? ഏകദേശം 1 മാസം കഴിഞ്ഞു. 1 മാസമായി. അപ്പോ കലോത്സവത്തിനുള്ള പ്രാക്ടീസ് ഒക്കെ അപ്പൊ അതിനു മുമ്പ് തുടങ്ങിയോ? അത് കാരണമാണോ ഇങ്ങനെ ആയ? തുടങ്ങാൻ വെച്ചായിരുന്നു, അന്നേരമാണ് ഇത് സംഭവിച്ചത്. അപ്പോ ഈ കാല് ഇങ്ങനെ വയ്യാതിരിക്കുമ്പോ എങ്ങനെയാണ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തത്? ഈ മിക്കവാറും ഇരുന്നിട്ട് അല്ലെങ്കിൽ നിന്നിട്ട്, തുള്ളൽ അതൊന്നും ഇല്ല. അപ്പൊ ഇവിടെ വന്നിട്ട് ഞാൻ തുള്ളാൻ തുടങ്ങി. ഏത് സ്കൂളിൽ നിന്നാണ്, ഏത് ജില്ലയിൽ നിന്നാണ്? തിരുവമ്പ്ര ടെക്നിക്കൽ ഹൈസ്കൂൾ കണ്ണൂർ. നല്ല വിജയം ആവട്ടെ എന്ന് ഞങ്ങളുടെ ഭാഗത്തുനിന്നും ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. TCVക്ക് വേണ്ടി ക്യാമറാമാൻ പ്രവീൺ പ്രകാശിനോടൊപ്പം സൂര്യ ശങ്കരനാരായണൻ. 46ാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിൽ 4 നാൾ കൈപുണ്യം വിളമ്പി ബാബു ആശാൻ. 46ാമത് ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവം പുരോഗമിക്കുകയാണ്. അപ്പൊ നമ്മൾ കലോത്സവ കാഴ്ചകളൊക്കെ കണ്ടു. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ടത് കലവറ കാഴ്ചകളാണ്. കുട്ടികൾക്ക് 4 ദിവസവും ഭക്ഷണം റെഡിയാക്കി കൊടുക്കുന്ന കലവറയിലാണ് നമ്മൾ ഉള്ളത്. കലവറയിലത്തെ ആശാൻ നമ്മുടെ കൂടെ ചേരാൻ പോവാണ്. ആശാനെ, എന്താ പേര്? നെല്ലങ്കര സുരേഷ് ബാബു. എത്ര വർഷമായി ഈ ഒരു ഫീൽഡില്? ഒരു 90 മുതലുണ്ട്. 90 മുതലുണ്ട്. അപ്പോ എങ്ങനെയുണ്ട്, എന്തൊക്കെയാണ് ഇവിടുത്തെ ഭക്ഷണ രീതികളൊക്കെ? ഇവിടെ മറ്റുള്ള കലോത്സവം പോലെ തന്നെ കാലത്ത് ഇഡ്ഡലി, ദോശ, ഉച്ചയ്ക്ക് ചോറ്, വൈകുന്നേരം ചപ്പാത്തി, കറി, കാലത്ത് 10 മണിക്ക് ചായ സ്നാക്സ്, ഉച്ചയ്ക്ക് 4 മണിക്ക് ചായ സ്നാക്സ്, അങ്ങനെ എല്ലാം ഇതുപോലെ തന്നെ. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എന്താണ് എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോ? എല്ലാവരും പൊതുവെ നല്ല അഭിപ്രായം പറയുന്നു. അപ്പോൾ നല്ല കൈപുണ്യത്തോടെ 4 ദിവസം ഇവിടുത്തെ മക്കൾക്കും ഇവിടെ രക്ഷിതാക്കൾക്കും എല്ലാവർക്കും വേണ്ടി ഭക്ഷണം ഒരുക്കുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ TCVയുടെ വക എല്ലാ ആശംസകളും നേരാണ്. കലവറയിൽ നിന്നും ക്യാമറാമാൻ പ്രവീൺ പ്രകാശിനോടൊപ്പം സൂര്യ ശങ്കരനാരായണൻ, TCV ന്യൂസ്. ബാങ്ക് ഇടപാട് നടത്തുന്നവർക്ക് 4 ദിവസം കാത്തിരിക്കേണ്ടി വരും. തുടർച്ചയായ 3 ദിവസം ബാങ്ക് അവധിയും 1 ദിവസം ബാങ്ക് ജീവനക്കാരുടെ രാജ്യവ്യാപക പണിമുടക്കുമാണ്. ബാങ്ക് പ്രവൃത്തി ദിനങ്ങൾ ആഴ്ചയിൽ 5 ദിവസമാക്കണമെന്ന ശുപാർശ 2 വർഷമായിട്ടും കേന്ദ്രം നടപ്പാക്കാത്തതിനെതിരെ 27 രാജ്യമാകെ ബാങ്ക് ജീവനക്കാർ പണിമുടക്കും. ബാങ്ക് യൂണിയനുകളുടെ സംയുക്ത സംഘടനയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് ആണ് പണിമുടക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ജന്മനാടിൻ്റെ പേര് പേഴ്സണൽ ലൈസൻസ്ഡാക്കി പ്ലേറ്റിലാക്കി കനേഡിയൻ മലയാളി. തൃശൂർ നടത്തറ സ്വദേശി രാജേഷാണ് തന്റെ കാറിന് തൃശൂർ എന്ന പേരിൽ നമ്പർ പ്ലേറ്റ് എടുത്തത്. 3 വർഷങ്ങൾക്ക് മുൻപാണ് കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ പ്രൊവിൻസിലേക്ക് രാജേഷ് കുടിയേറിയത്. ഇഷ്ടമുള്ള നമ്പറോ പേരോ വാക്കുകളോ വാഹനങ്ങളുടെ പ്ലേറ്റ് നമ്പറായി എടുക്കാൻ കാനഡയിൽ സാധിക്കും. 6 അക്ഷരങ്ങൾ അല്ലെങ്കിൽ നമ്പറുകൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ലൈസൻസ് പ്ലേറ്റോ അതിന് സമാനമായ മറ്റൊരു പേരോ പ്രവിശ്യയിൽ മറ്റാർക്കും ഇല്ലാത്ത പക്ഷം അപേക്ഷ പരിഗണിക്കുകയും ലൈസൻസ് പ്ലേറ്റ് അനുവദിക്കുകയും ചെയ്യും. തൃശൂർ, പാലക്കാട്, കേരള എന്നിങ്ങനെ 3 പേരുകളാണ് രാജേഷ് ലിസ്റ്റ് ചെയ്തിരുന്നത്. അതിൽ ആദ്യത്തെ ഓപ്ഷൻ തൃശൂർ തന്നെ രാജേഷിന് അനുവദിച്ചു കിട്ടുകയായിരുന്നു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,640, പവന് 1,17,120. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കേരളത്തെ രക്ഷിക്കാൻ BJP സർക്കാർ വരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. UDFും LDFും അഡ്ജസ്റ്റ്മെന്റുകളുടെ വക്താക്കളാണെന്നും നരേന്ദ്രമോദി. തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ തീവണ്ടി സർവീസ് പുനരാരംഭിച്ചു. പാസഞ്ചറിന് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഊഷ്മള സ്വീകരണം. വാണിയമ്പാറ കൊമ്പടയ്ക്ക് സമീപം ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടാന ഇറങ്ങിയത് ദേശീയപാതയോട് ചേർന്ന പ്രദേശത്ത്. 16ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് ഞായറാഴ്ച തിരിതെളിയും. 8 ദിവസം നീണ്ടു നിൽക്കുന്ന നാടകോത്സവത്തിൽ വിദേശ നാടകങ്ങളടക്കം 23 നാടകങ്ങൾ അരങ്ങേറും.
പൂരനഗരിയിൽ അരങ്ങ് തകർത്ത് സംസ്ഥാന ടെക്നിക്കൽ കലോത്സവം. 99 പോയിന്റുമായി കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ സ്കൂൾ മുന്നേറ്റം തുടരുന്നു. ഉമ്മൻചാണ്ടിക്കെതിരായ മന്ത്രി കെ.വി. ഗണേഷ് കുമാറിന്റെ പ്രസ്താവന നാക്കുപിഴയായിരിക്കാമെന്ന് ചാണ്ടിയുമ്മൻ എം.എൽ.എ. ഉമ്മൻചാണ്ടിയെ അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ചാണ്ടിയുമ്മൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.